നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് പിടിച്ചു വലിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. മാത്രമല്ല, ആ റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തനോട് അതിരൂക്ഷമായി പെരുമാറുകയും ചെയ്തു. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. പലരും പറയുന്നത് മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള ഉളിപ്പില്ലാത്ത ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നുണ്ട്. അതിനെ ആ രീതിയിൽ നമുക്ക് കാണേണ്ടതും പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, റിപ്പോർട്ടർ ചാനലിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്നത്തെ ഈ ചോദ്യം അവരെ പ്രശംസിക്കാത്ത വയ്യ എന്ന് തന്നെ വേണം പറയാം. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാടും കാസർഗോഡും മലപ്പുറത്തും ഒന്നും ഇഴവർക്ക് സ്കൂൾ വയ്ക്കാൻ പറ്റുന്നില്ല. പറ്റാത്തതിന്റെ കാരണം മുസ്ലിങ്ങളാണ് ഇവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങൾ ഒരു മത തീവ്രവാദികളാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഇഴവരുടെ സംഘടനയായ SNDPയുടെ നേതാവായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ സാമൂഹികമായിട്ടുള്ള ഒരുപാട് വെറുപ്പ് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിൽ വിഷം കുത്തിക്കയറ്റാൻ സഹായകമായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം ഒരു തവണ പറഞ്ഞു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കോ കാഴ്ചപ്പാടിനോ കുഴപ്പമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം അത് തിരുത്താൻ ഒട്ടും തയ്യാറല്ല. അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങാനുള്ള തടസ്സം എന്നുള്ളതാണ്. സ്ഥലം വാങ്ങിയിട്ടില്ലേ? സ്ഥലം വാങ്ങിയാലും അതിനുള്ള അനുമതി തരുന്നില്ല. ആരാണ് അനുമതി തരാത്തത്? സർക്കാർ തരുന്നില്ല. ആരാണ് സർക്കാർ? ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആരാണ് പിണറായി വിജയൻ? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ചങ്കാണ് പിണറായി വിജയൻ. അപ്പോ അത്രയും ചങ്കായിട്ടുള്ള ഒരാള് വിചാരിച്ചാൽ ഈ പറയുന്ന വയനാടാണെങ്കിലും അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും ഒക്കെ സ്കൂൾ വെക്കാൻ സാധിക്കില്ലേ എന്നുള്ളതാണ്. വളരെ പ്രശസ്തമല്ലേ ആ ചോദ്യം. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അപ്പൊ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചത്. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം മൈക്ക് പിടിച്ചു വലിച്ചതും ആ മാധ്യമ പ്രവർത്തകനോട് വളരെ മോശമായി പെരുമാറിയതും. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള മൈക്ക് പിടിച്ചു വലിക്കുക അല്ലെങ്കിൽ ക്യാമറയുമായിട്ട് തല്ലാൻ ചെല്ലുക, ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ ഉള്ളിലെ ഒരു ക്രിമിനൽ ഉണർന്നു എന്നുള്ളതാണ്. കാരണം ഈ വരുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. അവരുടെ കയ്യിലുള്ളത് അവരുടെ പണിയായുധങ്ങളാണ്. ആ പണിയായുധങ്ങൾക്ക് വളരെയധികം വിലയുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അത് പിടിച്ചു വലിക്കാൻ ആർക്കും അധികാരമില്ല. നമുക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മൈക്ക് പിടിച്ചു വലിച്ചത് ഒട്ടും തന്നെ ശരിയായില്ല എന്നുള്ളതാണ്. അപ്പോ അത് ആ ഒരു ചോദ്യം അദ്ദേഹത്തിനെ വളരെയധികം മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയ വിമർശനങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു സാമുദായിക നേതാവ് പറയുമ്പോൾ അതിനെ ഒരു രീതിയിലും വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ നവോത്ഥാന നായകനായിട്ട് അദ്ദേഹത്തെ ഇപ്പോഴും നിലനിർത്തുന്നു. അദ്ദേഹം വളരെയധികം സംഭാവനകൾ കേരളത്തിന് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് വെറുപ്പ് ഈ പിണറായി വിജയനോടും ശ്രീ വെള്ളാപ്പള്ളി നടേശനോടും തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ വേട്ടയാടലാണ്. മാധ്യമങ്ങളോട് പറയാനുള്ളത്, വെള്ളാപ്പള്ളി നടേശൻ ഏകദേശം 85 വയസ്സിന്റെ മുകളിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തയും പ്രവർത്തനവും ഒക്കെ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്, അതായത് സ്കൂളിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ 10 വർഷത്തിന് ഇപ്പുറം, അതായത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായമായിരിക്കാം, അദ്ദേഹത്തിന്റെ ചിന്തകളൊന്നും ശരിയാവാതെ വരുന്നതായിരിക്കാം അതിനൊക്കെ തടസ്സം നിൽക്കുന്നത്. എന്താണെന്ന് അറിയില്ല, അത് അവരുടെ സാമുദായിക കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഇത്തരം കള്ളങ്ങൾ വന്നിരുന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക, അതിന് മാധ്യമങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ പ്രായവും അദ്ദേഹത്തിന്റെ ഒരു കർമ്മനിരതനല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല.
അപ്പോൾ ആ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിന്റെ അണ്ണാക്കിലോട്ട് മയക്ക് കയറ്റുന്ന രീതി അത് വളരെ മോശമാണ്. മാത്രമല്ല ഇത് ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് സമൂഹത്തിൽ വന്നിട്ട് വിഷം തുപ്പുക എന്ന് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പോലെയുള്ള ആളുകളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കി അവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, അവരുടെ മുന്നിലേക്ക് മൈക്ക് ക്യാമറയുമായിട്ടൊക്കെ ചെല്ലാതിരിക്കുക, എന്നാൽ തന്നെ ഈ പൊതു സമൂഹത്തിൽ കുറച്ച് ശാന്തിയും സമാധാനവും നിലനിൽക്കും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇനിയെങ്കിലും അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും വഴി ഒരുക്കാതിരിക്കുക മാധ്യമങ്ങൾ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ ഒരു സമീപനം ഒട്ടും തന്നെ സാംസ്കാരിക കേരളത്തിന് ചേരാത്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോയിട്ടുണ്ടാവും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വെള്ളാപ്പള്ളി നടേശനോട് പ്രത്യേകിച്ച് വ്യക്തിവിരോധമോ ഒന്നും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം വന്ന് പറയുന്ന കാര്യങ്ങളാണ് വില്ലനായി ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നതും. അത് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ, അതിന് മാധ്യമങ്ങൾ വഴിയൊരുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.